ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇത്തിരി അധികം പാത്രങ്ങൾ കഴുകാണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു മുട്ടം പണി കിട്ടി. ജുവാന് പനിയായ കാരണം ഇന്നലെ രാത്രി പാത്രങ്ങളൊന്നും എല്ലാം കഴുകി വെക്കാൻ പറ്റിയില്ല. അവൻ ഇന്നലെ പനിയായിട്ട് ഛർദിയും പനിയൊക്കെ ആയിട്ട് ശനിയാഴ്ച ചെറുതായിട്ട് തുടക്കം ഉണ്ടായിരുന്നു, ചെറിയ ജലദോഷമൊക്കെ. പക്ഷെ ഞങ്ങൾ കുഴപ്പമില്ലയെന്ന് വിചാരിച്ചു. ഞായറാഴ്ച ആയപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോഴേക്കും പനിച്ചു തുടങ്ങി. തിങ്കളാഴ്ച ആയപ്പോൾ ഛർദിയും പനിയായി. അപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ കൊടുത്തു. വലിയ കുഴപ്പമില്ല, ഉള്ളിലങ്ങനെ വലിയ കുഴപ്പമില്ല, എന്നാലും പനിയുണ്ട്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ രാവിലെ മഞ്ഞൊക്കെയാലോ, അതിൻ്റെ ആയിരിക്കും. പിന്നെ അവൻ പല്ല് വേദന, അതോടൊപ്പം പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒട്ടും കഴിക്കണില്ലായിരുന്നു. പനിയുടെ ഒരു ക്ഷീണം കൊണ്ട് അവൻ ഒട്ടും കഴിക്കണില്ല. അപ്പം ഗ്യാസും കയറി, ഛർദിയും കൂടി, കുട്ടി ആകെ അവശതി. അപ്പോൾ അവൻ്റെ കൂടെ എപ്പോഴും ഇരിക്കേണ്ട അവസ്ഥയായി. മൂത്തവന് വയ്യാണ്ടായപ്പോൾ ചെറിയവനും വാശി. മൂത്തവനെ അടുത്തിരുത്തിയാൽ അവന് ഭയങ്കര കുശുമ്പ. അപ്പോൾ കൂടെ കയറി വന്നിരിക്കും. അങ്ങനെ പണികളൊന്നും എന്താ പറയുക, ശരിയായ രീതിയിൽ അങ്ങോട്ട് തീർന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ചോറ് വെച്ചു, ചായയും വെച്ച്. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട്, ഇന്നാണേ ചായന് 10 മണിക്ക് പോയാൽ മതി ജോലിക്ക്. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ പിന്നെ ജ്യൂസ് മോന് വയ്യാത്ത കാരണം വിടണില്ലല്ലോ സ്കൂളിൽ. അപ്പോൾ അതൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് വേണം കാപ്പിക്കുള്ള പരിപാടികൾ ശരിയാക്കാൻ വേണ്ടി. എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം, അതൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ പനിക്കാരനോടൊക്കെ എടുക്കുന്നുണ്ട്. ചെറിയ മോനെ എഴുന്നേറ്റ് വന്ന് കളിക്കണൊക്കെ ഉണ്ട്. ഇടയ്ക്ക് വാശി പിടിച്ച് എന്നെ വിളിക്കും. എന്നാലും അവിടെ അവനൊന്ന് ഒതുക്കി ഇരുത്തിയേക്കാണ്, പണികളൊക്കെ തീർക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തേക്ക് മുട്ടക്കറി വെക്കാമെന്ന്, നൂലപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വേഗം സവോളയൊക്കെ എടുത്ത് വഴറ്റുക. ഇത് വഴറ്റിയിട്ട് മുട്ടയും വേഗം ഗ്യാസിലേക്ക് വെച്ചു. അപ്പോൾ അതവിടെ കിടന്ന് വേവുണ്ട്. എൻ്റെ ചായ കുറച്ച് നേരമായി എടുത്ത് വെച്ചിട്ട്, അപ്പോൾ കുടിക്കാണ്ടിരിക്കുക. അപ്പോൾ ബാക്കി എല്ലാവരും കുടിച്ചു, അപ്പോൾ ഞാൻ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ കുടിക്കാനുള്ള വെള്ളം അതും തിളപ്പിച്ചു. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മുട്ടക്കറി സെറ്റായി കഴിഞ്ഞ് നൂലപ്പം ഒരു സെറ്റ് ഞാൻ ഉണ്ടാക്കി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ അടുത്ത സെറ്റാണിത് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതോടെ കഴിഞ്ഞാൽ 2 സെറ്റിൻ്റെ ആവശ്യമുള്ളൂ. 8 നൂലപ്പത്തിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾ 2 പേരാണ്. പിന്നെ ചെറിയ മോനാണ് കഴിക്കുള്ളൂ. ഹസ്ബൻഡ് ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും കഴിക്കില്ല. പക്ഷെ അതിനതൊന്നും ഇഷ്ടമല്ല. ആളാകെ ദോശ, എന്താ പറയുക, പൂരി, ചപ്പാത്തി, ഇതൊക്കെ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ മോനുള്ള പാല് തിളപ്പിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു. അവനാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും പാല് ചോദിക്കും. അപ്പോൾ അത് കൈയോടെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവനുള്ളതും കൊടുക്കാമല്ലോ. മൂത്തവൻ കഴിക്കില്ല പാല്. അവന് പാല് കുടിച്ചാൽ ഭയങ്കര ഛർദ്ദിക്കാൻ വരണ അവസ്ഥയ്ക്ക്. അപ്പോൾ പിന്നെ അവൻ പാല് കഴിക്കില്ല. അപ്പം ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാത്രം കൂടി കഴുകാനായിട്ട് വന്നു. എങ്ങനെ പോയാലും പണിയെടുത്ത് കഴിയുമ്പോൾ വീണ്ടും പാത്രങ്ങളാവുമല്ലോ. അപ്പോൾ അത് പിന്നെ കഴുകാമെന്ന് വിചാരിച്ചു അവിടെ ഇട്ടു. അപ്പോൾ ഹസ്ബൻഡിന് കൊണ്ടുപോകാനുള്ള ചോറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്കുള്ള ചോറ് വേഗം ചുറ്റുപാത്രത്തിലാക്കി അവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ ആൾ കുളിച്ച് വരുമ്പോഴേക്കും ഫുഡ് കൊടുത്താൽ മതിയല്ലോ. ഫുഡ് കൊടുത്ത് പിന്നെ അത് പാക്ക് ചെയ്യാൻ സമയം കളയണ്ടല്ലോ. എന്നു വെച്ചാൽ ചെറിയവനുള്ള കാരണം അവന് അതിൻ്റെ ഇടയ്ക്കെങ്ങാനും വാശി പിടിച്ച് കഴിഞ്ഞാൽ ഇത് പാക്ക് ചെയ്യാനുള്ള സമയം കൂടി പോകും. അപ്പം ഞാൻ കയ്യോടെ കറിയായപ്പോൾ ചോറും കറിയും കയ്യോടെ ആക്കി വെച്ചു. അപ്പം ആ കാര്യങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. പിന്നെ എന്താ പറയുക, ഇത് കഴിഞ്ഞിട്ട് വേണം ഈ പണികൾ മാത്രമല്ല കേട്ടോ. ഇനി വീട്ടിലകത്ത് കുറച്ച് തുണികൾ മടക്കാനുണ്ട്, അടിച്ചു വാരണം, തുടയ്ക്കണം, ഇഷ്ടംപോലെ പണികൾ കിടക്കുക. ഇതൊക്കെ രാവിലത്തെ ഒരു പണി തന്നെ. ഒന്നാമത് ഇന്നലെ ഇങ്ങനെ അവന് വയ്യാണ്ടൊക്കെ ആയ കാരണം എല്ലാം ഓർഡർ തെറ്റിയപ്പോൾ ആകെ എല്ലാതും ഓർഡർ തെറ്റിയൊരവസ്ഥയായി. അപ്പം ഒന്നും അങ്ങോട്ട് കറക്റ്റായിട്ട് നടക്കാത്ത പോലെ ആയിപ്പോയി എനിക്ക്. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെയോ ചെയ്ത് തീർത്തു. അടുക്കള മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. ഇന്നലത്തെ ചോറ് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേഗം വെച്ച് തിളപ്പിച്ച് പാലവിടെ കിടന്ന് തിളച്ചാവണമുള്ളൂ. പിന്നെ നമ്മൾ ഇന്നലെ വെച്ച മുതിരയുടെ കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുത്തു.
പിന്നെ സാമ്പാർ ഇന്നലെ വൈകുന്നേരം ഞാൻ വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കായ്പേരി കായത്തോരൻ വെച്ചു. കായ മെഴുക്ക് പുരട്ടിയോ അങ്ങനെയല്ലേ പറയുക. അപ്പോൾ കായ മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ ഇന്നലെ വെച്ച സാമ്പാർ, ഇന്നലത്തെ രാത്രിക്കാട്ട സാമ്പാർ വെച്ചത്, ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണ് സാമ്പാർ വെച്ചത്. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി സാമ്പാറിൻ്റെ ഇവിടെ മൂത്ത മോൻ ജ്യൂസ് മോന് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം, പിന്നെ മുട്ടക്കറി ഓൾറെഡി നിങ്ങളെ കാണിച്ചതല്ലേ, പിന്നെ ചോറായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. തിരക്ക് പിടിച്ച നേരത്ത് തിരക്ക് പിടിച്ച കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഇത് രണ്ടുപേരും ഞാൻ നോക്കുമ്പോൾ ഇരുന്നൊരാൾ മൊബൈൽ കാണുന്നുണ്ട്. ജുവാൻമോൻ എഴുന്നേറ്റ് വന്ന് ഇരിക്കുന്നുണ്ട്. പനിയുടെ ക്ഷീണമൊക്കെ കുറഞ്ഞ് പല്ലൊക്കെ തേച്ച് ഉഷാറായിട്ട് വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ അവനുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അവന് മരുന്ന് കൊടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് മുട്ടക്കറിയും നൂലപ്പവും. അപ്പോൾ അവന് 2 മതി. 2 തന്നെ അവന് കഴിക്കാൻ വേണ്ട. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് 2 കഴിക്കാൻ പറഞ്ഞിട്ട് 2 കൊടുക്കണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണ്ടല്ലേ, അപ്പോൾ ഒരു ആരോഗ്യം വേണ്ടേ മരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ നൂലപ്പമൊക്കെ കൊടുത്തു, മുട്ടക്കറിയും കൊടുത്തു. അവരുടെ കാര്യങ്ങളും സെറ്റാക്കി കഴിക്കാമായിരുന്നു. ഇതാണ് ഇന്ന് രാവിലത്തെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസം എന്ന് പറഞ്ഞാൽ. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓർഡർ തെറ്റിയ ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളിത് 2 പേരും കഴിക്കായിരുന്നു. ചായന നേരത്ത് കുളിക്കാനായിട്ട് പോയി. ജെയ്ഡുമോന് ഇച്ചിരി നേരം ഇരുന്ന് കൊടുക്കണം. അപ്പോൾ അവനെ ഞങ്ങളുടെ കൂടെ ഇരുത്തിയില്ല. അവനെ അതിന് മുന്നേ വേറെ അവന് ഓരോ സാധനങ്ങളൊക്കെ കഴിക്കാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവനും കൊടുക്കണം. അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അതുവരെയും ബൈ ബൈ.